മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗം. പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് എല്ലാവരെയും പോലെ ലീഗും പ്രതീക്ഷിക്കുന്നതെന്ന് ലീഗ് നേതൃയോഗത്തിന് ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികം തീരുമാനം വൈകൂലല്ലോ, അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയം എടുക്കട്ടെ എന്നിട്ട് അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ലീഗിന്റെ നേതൃയോഗം പൂർത്തിയാകുമ്പോൾ ഈ യോഗത്തിനുള്ളിൽ മുമ്പ് നേതാക്കൾ പരസ്യമായി പറഞ്ഞ തരത്തിലുള്ള അതൃപ്തി, കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ, തീരുമാനം വൈകുന്നതിലുള്ള അതൃപ്തി നേതൃയോഗത്തിലും ഉയർന്നോ ഗോകുൽ? ഗോകുൽ, തീർച്ചയായും അതെ. 10ാം ദിവസമാണ് ഇന്ന് ഫലം വന്നിട്ട് 4-ാം തീയതി ഫലം വരുന്നു. 13ാം തീയതി ആകുമ്പോഴേക്ക് 10 ദിവസമാവുകയാണ്. ഈ ദിവസമാകുമ്പോഴേക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സാധിക്കാത്തതിലുള്ള അതൃപ്തി മുസ്ലിം ലീഗ് നേതൃയോഗം രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ചെറിയ രീതിയിലുള്ള പരാമർശം പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നത് കോൺഗ്രസിന്റെ റെസ്പോൺസിബിൾ മാറ്ററല്ലേ, അത് ഇനിയും വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഹൈക്കമാൻഡിൽ നിന്ന് ഉടനടി തന്നെ തീരുമാനം ഉണ്ടാകും. ഇന്നോ നാളെയോ തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള വിവരമാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പങ്കുവെക്കുകയും ചെയ്യുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ലീഗ് തീരുമാനിച്ചിട്ടുള്ള തുടർ നടപടികൾ അതെന്താണ് എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ആരാണ് മുഖ്യമന്ത്രിയായി വരുന്നത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളുമായി പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി, അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടി സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും ഈ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുൻപോട്ടേക്ക് വന്നിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തരമായി പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരുകയും ഇത്തരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തീരുമാനം വൈകുന്നതിലുള്ള അതൃപ്തി മുസ്ലിം ലീഗ് പരസ്യമായി പറയുക തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2ാം നിര നേതാക്കളാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ അത്തരത്തിലുള്ള ഒരു അതൃപ്തി പങ്കുവെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങൾ, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരായി ആര് വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയും സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയ അദ്ദേഹം പറയുന്നു. 5 മന്ത്രിമാർ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. 5 മന്ത്രിമാരെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെ മന്ത്രിയാകണം, ഏതൊക്കെ ജില്ലകൾക്ക് മന്ത്രിമാരുടെ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലും ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാണ് സൂചന. പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് താല്പര്യപ്പെടുന്നു. അതെന്തായാലും കോൺഗ്രസിൽ ഈ രീതിയിൽ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ, ഈ രീതിയിൽ ആവേശം തണുപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. അത് പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു മുസ്ലിം ലീഗ്. ഗോകുൽ, അതായത് ഗോകുൽ, ഈ കുഞ്ഞാലിക്കുട്ടി പുറത്തു വന്നപ്പോൾ പറഞ്ഞത് കാത്തിരിക്കുകയാണ്, എല്ലാവരെയും പോലെ പ്രതീക്ഷിക്കുകയാണ്. അതൃപ്തി അങ്ങനെ വാക്കുകളിൽ പറഞ്ഞില്ലെങ്കിൽ പോലും യോഗത്തിനുള്ളിൽ മുമ്പ് തന്നെ പല നേതാക്കളും 24 അടക്കം ഈ വൈകുന്നതിൽ പുറത്തിറങ്ങാൻ വയ്യ, ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, ജനങ്ങളാകെ ചോദിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമാണ്. മര്യാദയ്ക്ക് ഒരു ആഘോഷം പോലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, വിജയാഹ്ലാദ പ്രകടനത്തിന് പോലുമുള്ള അവസരം കോൺഗ്രസ് നൽകിയില്ല, ഈ ചർച്ചയും അസ്വാരസ്യവും എന്ന പൊതുവികാരം തന്നെയാണ് ഈ യോഗത്തിൽ ഉയർന്നത്. തീർച്ചയായും അതുതന്നെയാണ്. പുറത്തു വന്നതിന് ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിലും പറഞ്ഞിരുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നത് അകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. തീരുമാനം വൈകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ റെസ്പോൺസിബിൾ കാര്യമല്ലേ, കോൺഗ്രസിന്റെ റെസ്പോൺസിബിൾ കാര്യമല്ലേ, വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന ധ്വനിയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ യോഗത്തിനകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു, അത്തരത്തിലുള്ള താല്പര്യമാണ് മുസ്ലിം ലീഗ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായി അത്തരം കാര്യം തന്നെയാണ് പങ്കുവച്ചത് എന്ന വിവരമായിരുന്നു ലഭ്യമായിരുന്നത്. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും തെരുവിലിറങ്ങുകയും വി.ഡി. സതീശനായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, അതിലെന്തു നടപടി സ്വീകരിക്കും എന്നതിനെ സംബന്ധിച്ച കാര്യമാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. കാരണം കെ.സി. വേണുഗോപാലിന്റെ, രമേശ് ചെന്നിത്തലയുടെ പേരുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുണ്ട്. കെ.സി. വേണുഗോപാലിന് ഒരു മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നു. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും മുസ്ലിം ലീഗ് അണികൾക്ക് സ്വീകാര്യനായി മാറുകയും ചെയ്ത വി.ഡി. സതീശനിൽ നിന്ന് വിഭിന്നമായി, വിരുദ്ധമായി മറ്റൊരു പേര് വരികയാണെങ്കിൽ അണികൾക്ക് നൽകേണ്ട സന്ദേശം എന്താണ്, അവരോട് എന്ത് നടപടി സ്വീകരിക്കാനാണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഈ കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായിരുന്നു. കാരണം നേതാക്കൾക്കോ അല്ലെങ്കിൽ എം.എൽ.എമാർക്കോ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അണികളിൽ നിന്ന് നിരന്തരം ചോദ്യങ്ങൾ വരികയാണ്. ഒരു കല്യാണ വീട്ടിൽ പോകാൻ സാധിക്കുന്നില്ല, ഒരു മരണ വീട്ടിൽ പോകാൻ സാധിക്കുന്ന, ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തും പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഇത്തരത്തിലൊരു അനിശ്ചിതത്വം ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട
യഥാർത്ഥ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്ന് പറയുന്നു. പക്ഷേ മുസ്ലിം ലീഗിന് പരസ്യമായി പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ രണ്ടാം നിര നേതാക്കന്മാരെ രംഗത്തിറക്കി മുസ്ലിം ലീഗ് അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു. ഇന്നലെ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ തന്നെ വലിയ രീതിയിൽ വലിയ ആവേശത്തിൽ നേടിയ വിജയം ആഘോഷിക്കാൻ പറ്റാത്തതുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ മുസ്ലിം ലീഗിന് മുന്നിലുണ്ട്. കാരണം അണികൾ അത്യന്തം ആവേശത്തിലാണ്. ആ ഒന്നാം ദിവസം, അതായത് റിസൾട്ട് വന്നിട്ടുള്ള 4-ാം തീയതി മാത്രമാണ് ഇവർക്കൊന്ന് ആഘോഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പിന്നീടുള്ള പല ദിവസങ്ങളിലും പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം. മുസ്ലിം ലീഗ് മന്ത്രി ചർച്ചയിലേക്ക് വരെ പോകുമ്പോൾ കോൺഗ്രസിൽ ഇതുവരെയും മുഖ്യമന്ത്രിയായിരുന്ന കാര്യത്തിൽ പോലും തീരുമാനമാകുന്നില്ല. അത് കഴിഞ്ഞ് വേണമല്ലോ ഇനി മന്ത്രിയെ പറ്റിയൊക്കെ ആലോചിക്കാൻ. കോൺഗ്രസിന്റെ ഈ അസ്വാരസ്യം, കോൺഗ്രസിനുള്ളിലെ തർക്കം, ഈ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ലീഗിന് കടുത്ത അതൃപ്തി, അത് ഇന്നത്തെ നേതൃയോഗത്തിലും ഉയർന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീരുമാനം വേഗത്തിലാക്കണം എന്ന ആവശ്യം പിന്നെയും ഉന്നയിക്കുകയാണ് ലീഗ് നേതൃത്വം. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.